ലാഭം കൊയ്യാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് സംഘം സജീവം. നഗരത്തിൽ നിരവധി പേരിൽ നിന്നായി കോടികളാണ് പ്രതികൾ തട്ടിയെടുത്തത്. നിലവിൽ കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് മൈക്ലബ് ട്രേഡേഴ്സ് അഥവാ MSD എന്ന ഓൺലൈൻ ആപ്പ് വഴി 25 കോടി രൂപ തട്ടിയ കേസിലെ മുഖ്യപ്രതി പിടിയിലായതിന് പിന്നാലെ അത്തരത്തിൽ നിരവധി പേർക്ക് തങ്ങളുടെ പണം നഷ്ടപ്പെട്ടതായി വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഫൈസൽ എന്ന യുവാവാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. കൂടാതെ ഫൈസലാണ് കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരകനുമെന്നാണ് റിപ്പോർട്ടുകൾ. വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് മൈക്ലബ് ട്രേഡേഴ്സ് എന്ന ഓൺലൈൻ ആപ്പ് വഴിയാണ് ഇയാൾ പണം തട്ടിയത്. MCT ആപ്ലിക്കേഷൻ വഴി ലഭിച്ച ഡോളർ എമയർ കോയിനിലേക്ക് മാറ്റാൻ എറണാകുളത്തുള്ള ഫ്ളാറ്റിലെത്തിയതറിഞ്ഞാണ് ക്രൈംബ്രാഞ്ച് സ്ഥലത്തെത്തിയത്. ഫ്ളാറ്റിൽ ഒളിവിലായിരുന്ന മുഹമ്മദ് ഫൈസൽ പോലീസ് എത്തുന്നത് കണ്ട് ഗുണ്ടകളെ കൊണ്ട് പോലീസിനെ വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പണം നിക്ഷേപിച്ചവരുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷനിൽ കാണുന്ന ഡോളറിന് പകരമായി എമയർ കോയിൻ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇപ്പോഴും തട്ടിപ്പ് തുടരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിൽ ജയിലിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രതി മലാക്ക രാജേഷിനൊപ്പം മലപ്പുറം ജില്ലയിലാണ് തട്ടിപ്പ് തുടങ്ങിയത്. സംസ്ഥാനത്ത് ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളും കേന്ദ്രീകരിച്ച് പ്രൊമോഷൻ ക്ലാസ് നടത്തിയും ഗൂഗിൾ മീറ്റ് വഴിയും ആളുകളെ ആകർഷിപ്പിച്ച് നിക്ഷേപം സ്വീകരിച്ചു. മലാക്ക രാജേഷ്, അഡ്വക്കേറ്റ് പ്രവീൺ മോഹൻ, ഷിജോ പോൾ, സ്മിത, ജോബി എന്നിവരെ ഇതേ കേസിൽ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിപ്പിൽ വീഴുന്നവരുടെ ഫോണിൽ MCT ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത 256 ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് പണമായി വാങ്ങുകയാണ് ചെയ്തിരുന്നത്. പണം നിക്ഷേപിക്കുമ്പോൾ ആളുകളുടെ മൊബൈൽ ഫോണിൽ പണത്തിന് തുല്യമായ നിരക്കിന്റെ ഡോളർ കാണുന്ന രീതിയായിരുന്നു തട്ടിപ്പ്. കേസ് പിൻവലിക്കാൻ പണം നിക്ഷേപിച്ചവരുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷനിൽ കാണുന്ന ഡോളറിന് പകരമായി എമയർ കോയിൻ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇപ്പോഴും തട്ടിപ്പ് തുടരുന്നതെന്ന് പോലീസ് പറയുന്നു. ഇങ്ങനെ പലരും കെണിയിൽ വീണിട്ടുണ്ട്. തങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണുന്ന ഡോളർ എമയർ കോയിനായി മാറ്റിക്കിട്ടാൻ വീണ്ടും പണം നിക്ഷേപിക്കാൻ നിർബന്ധിച്ചാണ് പുതിയ തട്ടിപ്പ്. മുഹമ്മദ് ഫൈസൽ വഴിയാണ് ഡോളർ എമയർ കോയിനിലേക്ക് മാറ്റുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇയാൾക്കെതിരെ തൃശൂർ ജില്ലയിൽ മാത്രം 28 കേസുകളുണ്ട്.